ഹായ് ഹലോ, എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മക്രോണി ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയിലും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മക്രോണി ഫ്രൈ ആണിത്. അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മക്രോണി വേവിക്കുന്നതിന് ആവശ്യമായിട്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ അല്പം ഉപ്പും ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 കപ്പ് മക്രോണി ഇട്ട് നന്നായിട്ട് ഏകദേശം ഒരു 70% നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മക്രോണി നല്ലതുപോലെ 70% വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, 1 നുള്ളി ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ എല്ലാ മാവും മക്രോണിയിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് വറക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു പാൻ അടുപ്പ് ചൂടാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോ മക്രോണി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ അധികം എണ്ണ ഒഴിച്ചിട്ടില്ല. കൂടുതൽ എണ്ണ ഒഴിക്കുമ്പോഴാണ് ഇത് കൂടുതൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ലതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മക്രോണി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. നേരത്തെ വേപ്പില കോരി വെച്ചേക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് മക്രോണി കോരിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മസാലയൊക്കെ ആഡ് ചെയ്യാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പാക്കറ്റ് മാഗി മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മക്രോണി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്നും കൂടി വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക.